നമസ്കാരം സനോജി. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പൊതുപണിമുടക്ക്, ദേശീയ പണിമുടക്ക് നടത്തിയതുപോലെ തന്നെ ഇപ്പോഴും കേരളത്തിൽ പോലും ഭാഗികമായി വിജയം. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായ ദിവസം പോലെ തന്നെയാണ് ഈ ദിവസവും അവിടെ കടന്നു പോകുന്നത്. അവിടെ ആൾക്കാർക്കെല്ലാം തൊഴിലുണ്ട്, എല്ലാവരും അവരുടെ മര്യാദയ്ക്ക് ജോലിക്ക് പോകുന്നു. ഇവിടെ കേരളത്തിലാണെങ്കിൽ BMS അവരവരുടെ ജോലിക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. എന്താണ് ഇപ്പോൾ അവരുടെ തൊഴിലാളി നേതാക്കന്മാരുടെ അവസ്ഥ? എന്താണ് CAT-യുടെയും INTUC-യുടെയും ഒക്കെ അവസ്ഥ? ഹരി, ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ മലയാളികൾ മുടങ്ങാതെ ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷം അതായിരുന്നു ഈ ഹർത്താലും പണിമുടക്കും ഒക്കെ. പക്ഷേ അത് അതിര് കടന്നപ്പോൾ കോടതി അതിന്മേൽ ഇടപെട്ടു. പിന്നീട് ഇതിനൊരു നിയന്ത്രണം വന്നു. എന്നാലും അതങ്ങനെ അങ്ങ് വിട്ടുകളയാൻ മലയാളിക്ക് അത്ര ഒരുക്കമല്ല അവർ. എങ്ങനെയെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഈ പണിമുടക്കിലേക്ക് എത്തിക്കുകയാണ് പലപ്പോഴും. ഇന്നത്തെ പണിമുടക്കിൻ്റെ കാര്യം തന്നെ നോക്കൂ. ദേശീയ പണിമുടക്കെന്നാണ് ഇതിനെ വിളിക്കുന്നത്. എങ്ങനെയാണ് ഇത് ദേശീയമാകുന്നത്? കേരളത്തിലൊഴിച്ച് മറ്റൊരു സംസ്ഥാനത്തിലും ഇതിനൊരു പണിമുടക്കേ അല്ല ഇന്ന്. കാര്യം അവിടെയുള്ള ജനങ്ങളുടെ സാധാരണ ജീവിതം അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. വാഹന ഗതാഗതം നടക്കുന്നുണ്ട്. കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നവുമില്ല. പിന്നെ എന്ത് പണിമുടക്കാണ്? ചില ട്രേഡ് യൂണിയനുകൾ മാത്രം ഏർപ്പെടുന്ന അവരുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്ക് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ CPM-നെ അവർ തന്നെ വിളിക്കുന്ന ദേശീയ പാർട്ടിയാന്ന്. അതുപോലെ ഇപ്പം ഈ ദേശീയമാകുന്നത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം അവരൊരു രാജ്യമാക്കി മാറ്റുകയാണ്. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം എന്ന് പറയുന്നത് കേരളമാണ്. ഈ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരങ്ങളും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള PR വർക്കുകൾ നടത്തി ഭയങ്കര ബിൽഡപ്പാണ് ഇതിനുണ്ടാക്കിയിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ 2 ദിവസം ആയിട്ട് പൊതുവെയുള്ള ചർച്ചകൾ, നമ്മളെല്ലായിടത്തും പോകുമ്പോഴുള്ള ചർച്ചകളായിരുന്നു. ഈ വ്യാഴാഴ്ച എങ്ങനെ വണ്ടി ഓടുമോ? ഈ വ്യാഴാഴ്ച കടകൾ തുറക്കുമോ? ഈ വ്യാഴാഴ്ച പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ എന്തോ വലിയൊരു സംഭവം വരുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ ഹരി, ഇന്നത്തെ ഈ പണിമുടക്ക് കൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായത്? ഇതിൽ ശരിക്കും തൊഴിലാളികൾ വർഗത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. 10ഓളം ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെട്ട സംഘടനയാണ് ഇതിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ട്രേഡ് യൂണിയന് ഇന്ന് ഇത്രയും പണിമുടക്കിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഇതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളി നേതാവുണ്ടോ നമ്മുടെ ഇടയിൽ? എങ്കിൽ സമ്മതിച്ചു കൊടുക്കാം, ഇന്നത്തെ പണിമുടക്ക് ഭയങ്കര അർത്ഥവത്തായിരുന്നു, ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുത്തു, മഹത്തായ ചില കാര്യങ്ങൾ നടന്നു എന്നൊക്കെ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും അധികം വിഷമിപ്പിച്ചതും ഏറ്റവും അധികം ദേഷ്യം പിടിപ്പിച്ചതും, അതായത് ഈ പണിമുടക്ക് തന്നെ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ തൊഴിലാളികൾക്കിടയിൽ നിന്ന് വന്ന നേതാക്കന്മാരെ തൊഴിലാളി നേതാക്കന്മാരായിട്ട് അംഗീകരിക്കാൻ പറ്റൂ എന്ന് ഇതിനകത്തൊരു ക്ലോസ് ഉണ്ട്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം അവരെ ചൊടിപ്പിച്ചത്. കാരണം ഈ പണി ചെയ്യുന്ന ആൾക്കാരല്ല തൊഴിലാളി നേതാക്കൾ എന്നുള്ളത് കൊണ്ട് അതായിരിക്കും അവർ ഏറ്റവും അധികം. അല്ല, അത് മാത്രമല്ല, പൊതുവേ ഈ ഇടതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന ഇത്തരം പണിമുടക്കുകളോട് ജനത്തിനൊരു ഭയം ജനിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സൈക്കിക് ട്രീറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷം നടത്തുന്നതാണ്. അപ്പോൾ ആക്രമണം ഉണ്ടായേക്കാം, അതുകൊണ്ട് നമ്മൾ കട തുറക്കണ്ട, എന്തിന് വെറുതെ ഒരു എറി മേടിക്കണം. ഇപ്പോൾ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാൾ, അയാൾക്കറിയാം ഒന്നും സംഭവിക്കാനില്ല, സ്വകാര്യ വാഹനങ്ങൾ തടയാൻ ഒരു വകുപ്പുമില്ല. അപ്പോഴും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചിന്തിക്കുന്നത്, എന്തിന് വെറുതെ വണ്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങണം, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ കൊള്ളുന്നത് നമ്മുടെ ക്ലാസ്സിലാണ് അല്ലേ? അപ്പൊ ആ ഒരു വിചാരത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈക്കിക് രീതിയിൽ ഇതിനെ സമീപിക്കുകയാണ്. ജനങ്ങളുടെ ഉള്ളിൽ ഭീതി നിറച്ചുകൊണ്ട് അവരെ പുറത്തിറങ്ങാതെ. പിന്നെ മലയാളികളുടെ മറ്റൊരു വശം കൂടിയുണ്ട്. കാര്യം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിനെ അവധിയാക്കി മാറ്റിക്കൊണ്ട് ഒരു ഫുള്ളും ലാർജും എടുത്തിരുന്ന് ആഘോഷിക്കുന്ന മലയാളിയുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു സ്വതസിദ്ധമായ ശൈലി, അതിനെ കൂടെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഈ പലപ്പോഴും ഇങ്ങനെയാണ് പണിമുടക്കുകൾ കേരളത്തിൽ വിജയിക്കുന്നത്. ഈ പണിമുടക്കുകൾ വിജയിക്കുന്നത് സംഘടനാ ബലം കൊണ്ടോ അവർ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിയെടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ അവർ പണിമുടക്കിയതുകൊണ്ട്, അവർ എന്തിനാണോ പണിമുടക്കി അതിനുള്ള നേട്ടങ്ങൾ ഇതുകൊണ്ടോ അല്ല. ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇമോഷണലി ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, എന്താണ് ഇവരുടെ വീക്ക് പോയിന്റ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് ചില സാധനങ്ങൾ ഇട്ടുകൊണ്ട് ആ രീതിയിൽ ഇതിനെ എന്താ പറയുക, ഒരു മാനസിക വ്യാപാരം നടത്തി ആണ് ഈ രീതിയിൽ ഇവിടെ ഹർത്താലുകളും പണിമുടക്കുകളും ഒക്കെ വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പോഴും ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇതുകൊണ്ട് ആരാണ് നേട്ടമുണ്ടാക്കിയത്? ആർക്കാണ് ഇതുകൊണ്ടൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായത്? ഒരാൾക്ക് ഇന്ന് ഈ ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്ക് കൊണ്ട് ഏതെങ്കിലും ഇവിടുത്തെ ഒരു സാധാരണ തൊഴിലാളിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഒരു ദിവസത്തെ വേതനം പോയി, അവനവൻ്റെ വേതനം പോയി എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ടാകുന്ന മറ്റ് ചില വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് രോഗികൾ. ഇവിടെ തിരുവനന്തപുരം നമുക്കറിയാം, തിരുവനന്തപുരമാണ്
മെഡിക്കൽ കോളേജ് ഉള്ളത്, RCC ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഒട്ടനവധി രോഗികൾ കാണും. അവർക്ക് ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്ന് ആ മതിയായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കായൊക്കെ ഇവിടെ എത്തുന്നവർക്ക് രാവിലെ എത്തുമ്പോൾ ബസ് സൗകര്യമില്ല. കുറച്ച് നേരമെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭയപ്പാടിൻ്റെ പുറത്ത് ഓട്ടോ സർവീസുകൾ നിർത്തിവെക്കുന്നു. അപ്പോൾ ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളില്ല, അത്യാവശ്യം അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളില്ല. പക്ഷേ ഹരി, ഇപ്പോൾ നമുക്കിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം തമിഴ്നാട്ടിലും ബാംഗ്ലൂരും, ഇന്നിപ്പോൾ ബാംഗ്ലൂരുള്ള ചില ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെയൊക്കെ ഈ ഹർത്താലാണെന്ന് പിറ്റേ ദിവസത്തെ പത്രം വായിക്കുമ്പോഴാണ് ഇന്നലെ ഹർത്താലായിരുന്നു എന്ന് അവർ അറിയുന്നത്. ഇന്നലെ ബന്ധായിരുന്നു, ഇല്ലെങ്കിൽ പണിമുടക്കായിരുന്നു, ഹർത്താലായിരുന്നു. കാര്യം നോർമൽ കാര്യങ്ങളെയൊന്നും അത് ബാധിക്കാറില്ല. ഇവിടെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ബോർഡറിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് വണ്ടി ഓടില്ല, തൊട്ടപ്പുറത്തെ റോഡിൽ വണ്ടി ഓടുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പം നമ്മുടെ ബോർഡറിലെ ഇപ്പോൾ തമിഴ്നാട്, നാഗർകോവിൽ, നമ്മുടെ തിരുവനന്തപുരം ബോർഡറിലേക്ക് പോയാലും ഇപ്പോൾ ഗോപാലപുരത്തിലൊക്കെ പോയാലും അവിടെയൊക്കെയും ഇങ്ങനൊരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു കുറച്ച് നാൾ മുന്നേ ഒരു കഴിഞ്ഞ പൊതു പണിമുടക്കിൻ്റെ സമയത്ത് അത് കേരളത്തിലേക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഗ്രൂപ്പ് വരുന്ന ദിവസമായിരുന്നു. അവരിവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ അവരെ സ്വീകരിച്ചത് കേരളത്തിലെ പൊതു പണിമുടക്കാണ്. പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അവർ വന്ന പാടെ തന്നെ തിരിച്ച് കയറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. കേരളത്തിന് നഷ്ടം എത്രയാണ്, കേരളത്തിലെ തൊഴിലാളികൾക്ക് നഷ്ടം എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏറ്റവും അധികം ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നത്. ഇവിടെ തൊഴിൽ സംരംഭകരില്ലാതാകാൻ മാത്രമേ ഈ മേലിറങ്ങി പണിയാനുള്ളൊരു മടി ഇവിടുത്തെ ആൾക്കാർക്കുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ നോക്കുകൂലിയൊക്കെ ഇവിടെ ഇപ്പോഴും വലിയ രീതിയിൽ മേലനങ്ങാതിരുന്ന് നോക്കുകൂലി വാങ്ങിച്ച് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകാന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ വളരെ നീറുന്ന പ്രശ്നം. അല്ലാതെ ഈ ഒരു സാധാരണ തൊഴിലാളി നേരിടുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. തമാശയാണ് തോന്നുന്നത്. കാര്യം ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ കഷ്ടമാണ്. കാരണം ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇപ്പം അവരെ ബാധിക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാധിക്കലുണ്ട് എങ്കിൽ ഇപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ വലിയ രീതിയിലുള്ള കടുപ്പത്തൊന്നും പിടിക്കുന്നില്ല. അതിനപ്പുറം ചില സ്റ്റാർട്ടപ്പുകൾ, അതായത് 7 പേരിൽ, അതായത് 10% അല്ലെങ്കിൽ 100 പേരെങ്കിലും ഉണ്ടെങ്കിലേ അവിടെ ട്രേഡ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിലവിലാണെങ്കിൽ 7 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ട്രേഡ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുകയും പ്രാരംഭഘട്ടത്തിൽ തന്നെ ആ കമ്പനിക്കെതിരെ സമരം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ, അതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിൽ തന്നെ അതിനെ കരിച്ചു കളയുന്നൊരു അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെയും മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് തൊഴിലുണ്ടെങ്കിലല്ലേ നാളെ ഈ സമരം നടത്തണമെങ്കിൽ പോലും എന്തെങ്കിലും തൊഴിൽ വേണ്ടേ? അതെ അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ വീണ്ടും ഒരിക്കൽ കൂടി കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാര്യം ഒരാവശ്യവുമില്ലാത്ത ന്യായമായ എന്താവശ്യമാണ് ഇപ്പോൾ ലേബർ കോഡുകൾ, അതെ, അതുമായി ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നത്തെ. അതിന് ഇത്തരത്തിൽ ഒരു ദിവസത്തെ പണിമുടക്കിൻ്റെ ആവശ്യമുണ്ടോ? ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുക എന്നുള്ളതിനപ്പുറം ഇത്തരത്തിൽ ഒരു ദിവസം എല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് എന്ത് നേടി എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യമായി വരികയാണ്. ഇത് ആർക്കും ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. നമ്മുടെ ഇപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകളൊന്നും അരങ്ങേറിയിട്ടില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആസന്നമായ ഇലക്ഷൻ, അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നറിയാം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ കോടതി കഴിഞ്ഞ സമയത്തൊക്കെ ഒരു വിധി ഇറക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പാർട്ടി നേതാക്കളുടെ ഫണ്ടിൽ നിന്ന്, അല്ലെ, പാർട്ടി നേതാക്കളിൽ നിന്ന് അത് ഈടാക്കണം എന്നുള്ള, നേതാക്കൾ അതിന് സമാധാനം പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള പൊതുസ്വത്തിന് ഒരു ഇതുണ്ടാക്കിയാൽ, നാശമുണ്ടാക്കിയാൽ അത് ഈ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരിൽ നിന്ന് ഈടാക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നന്നാ. കാരണം പല രക്തസാക്ഷി ഫണ്ടുകളൊക്കെ അടിച്ചു മാറ്റി ബാങ്കിൽ കാശാണ്. അത് ഈ രീതിയിൽ പോകാൻ എന്തായാലും നേതാക്കന്മാർ. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ പണിമുടക്ക് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരൊന്ന് ഒതുങ്ങിയാണ് ഇത് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാം, രാവിലെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഭീതി ജനിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 ബസ്സുകൾക്ക് കല്ലെറിയുക, അല്ലെങ്കിൽ കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുക, രാവിലെ ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ ആവശ്യത്തിനും മറ്റുമൊക്കെ ചീറിപ്പായുന്ന ആളുകളെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുക, ഇതൊക്കെ ഇവരുടെ സ്ഥിരം കലാപരിപാടികളാണ്. ഈ കലാപരിപാടികളിൽ ഒരു ചെറിയ മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ വരുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടും ഈ പറഞ്ഞ കോടതിയുടെ ഇടപെടൽ കൊണ്ടുമാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ മറ്റ് പഴയ പണിമുടക്കിൽ നിന്നും ഒന്നും വ്യത്യസ്തമാകുന്നില്ല. പതിവുപോലെ ഇന്നലെയും വൈകിട്ട് ബിവറേജസിന് മുന്നിൽ വലിയ ക്യൂ ആയിരുന്നു. പെട്രോൾ പമ്പിനും ബിവറേജസിന് മുന്നിലും ഈ 2 സ്ഥലങ്ങളിലും ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. കാര്യം ഒന്ന്, ഇന്നത്തേക്ക് വേണ്ടി പെട്രോൾ ശേഖരിച്ചിടണം, മറ്റത് ആളുകൾക്ക് ഇന്നത്തേക്ക് ഈ പറയുന്നത് പോലെ ഇന്ധനം ശേഖരിച്ച് വെക്കുക എന്നുള്ള.
അവരുടെ രണ്ട് ഭാഗത്തേക്കുള്ള അതെ, ഇന്ധനം. രണ്ട് ഭാഗത്തേക്കുമുള്ള ഇന്ധനം ശേഖരിക്കുന്നതിൽ വലിയ തിരക്ക് ആണ് അനുഭവപ്പെട്ടത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ബിവറേജസിൻ്റെ കച്ചവടം പൊടി പൊടിച്ചു, അല്പം അവർക്ക് ഇന്നലെ നല്ല കച്ചവടം ഉണ്ടാക്കി എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പറയത്തക്ക ഒരു നേട്ടവും ഈ പണിമുടക്ക് കൊണ്ട് ആർക്കും ഉണ്ടായില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ കേരളമാണ്, നമുക്കിതൊക്കെ ഇങ്ങനെ ഇരുന്ന് വാതോരാതെ പറയാമെങ്കിലും നാളെ വീണ്ടും ഒരു വിഷയം വരും. ഇതുപോലെ മലയാളികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് വീണ്ടും ഒരു പണിമുടക്ക് ആഘോഷിക്കും, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു നഷ്ടദിനം കൂടി കടന്നുപോയി എന്ന് മാത്രം. അതെ, നമസ്കാരം. നമസ്തേ.